പ്രഖ്യാപനത്തിൽ എന്നും രസകരമായ എന്തെങ്കിലും കാര്യം വേദിയിൽ സംഭവിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ രസകരമാക്കിയത് ജോൺ സീനയാണ്. ഓസ്കാർ വേദിയിലേക്ക് നൂൽബന്ധം പോലും ഇല്ലാതെ വന്ന ഹോളിവുഡ് നടനും WWE താരവുമായിരുന്ന ജോൺ സീന എത്തിയത് മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള പുരസ്കാരം സമ്മാനിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ജോൺ സീനയുടെ വരവ് കണ്ട് കാണികൾ ആദ്യം ഒന്ന് ഞെട്ടി. പിന്നെ എല്ലാവരുടെയും മുഖത്ത് ഒരു ചിരിയും പടർന്നു. ജോൺ സീനയുടെ വരവിനെ കുറിച്ച് ആദ്യം തന്നെ അവതാരകനായ ജിമ്മി കിമ്മൽ കാണികൾക്ക് സൂചന നൽകുന്നുണ്ട്. ശേഷം പുരസ്കാരം നൽകാനായി ജോൺ സീനയെ ക്ഷണിക്കുകയായിരുന്നു. ആദ്യം മടി കാണിച്ച് സ്റ്റേജിന് പുറകിൽ മറിഞ്ഞിരിക്കുകയായിരുന്നു ജോൺ സീന. എന്നാൽ കിമ്മൽ നിർബന്ധിച്ചതോടെ കാണികൾക്കിടയിൽ ചിരി പടർത്തിക്കൊണ്ട് ജോൺ സീന വേദിയിലേക്ക് കടന്നു വരുന്നു. നോമിനേഷനുകൾ എഴുതിയ കാർഡ് കൊണ്ട് ശരീരത്തിന്റെ മുൻഭാഗം മറച്ചാണ് ജോൺ സീന വേദിയിലേക്ക് എത്തുന്നത്. ഒടുവിൽ ഒരു വലിയ തുണിയെടുത്ത് ജിമ്മി കിമ്മൽ ജോൺ സീനയുടെ നഗ്നത മറച്ചു. ഇതോടെ ആശ്വാസം ലഭിച്ചപ്പോഴാണ് ജോൺ സീന അവാർഡ് പ്രഖ്യാപനം തുടങ്ങിയത്. വസ്ത്രാലങ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുടെ കഠിനാധ്വാനത്തെക്കുറിച്ചും ജോൺ സീന വേദിയിൽ സംസാരിച്ചു. ഓസ്കാർ വേദിയിലെ ഈ രസകരമായ സംഭവം ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിലും വൈറലായി. ജോൺ സീനയുടെ വരവ് കാണികളെ ചിരിപ്പിച്ചെങ്കിലും ഈ ഒരു ഉദ്ദേശം മാത്രമായിരുന്നില്ല ജിമ്മി കിമ്മലിനും ജോണിനും ഉണ്ടായിരുന്നത്. 50 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 46ാമത് ഓസ്കാർ വേദിയിൽ നടന്ന ഒരു സംഭവം കൂടി ഓർക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു വെക്കുകയാണ് ഇരുവരും ഇതിലൂടെ. 1974-ൽ ഡേവിഡ് നെവൻ എലിസബത്ത് ടെയ്ലറെ പുരസ്കാരം സ്വീകരിക്കാനായി പ്രഖ്യാപിച്ചപ്പോൾ വസ്ത്രം ധരിക്കാതെ ഒരാൾ വേദിയിലൂടെ ഓടിയിരുന്നു. ഈ കുപ്രസിദ്ധ സംഭവം ഓർത്തെടുത്ത ഇരുവരും പുരുഷ ശരീരം ഒരു തമാശയല്ല എന്നും വേദിയിൽ പറയുന്നുണ്ട്. വസ്ത്രങ്ങൾ വളരെ പ്രധാനമാണെന്ന് പറഞ്ഞായിരുന്നു ഇരുവരുടെയും സംഭാഷണം. റെസ്ലിംഗിൽ താൻ രസകരമായ വസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നും ജോൺ ഓർത്തെടുത്തു. എന്തായാലും ഒരേ സമയം ഓസ്കാർ വേദിയെ അമ്പരപ്പിക്കുകയും പൊട്ടിച്ചിരിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ജോൺ സീനയും ജിമ്മി കിമ്മലും. മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള ഓസ്കാർ ഇത്തവണ ലഭിച്ചത് പുവർ തിങ്സ് എന്ന സിനിമയിലെ വസ്ത്രാലങ്കാരത്തിന് ഹോളി വാഡിംഗ്ടൺ ആണ്. മികച്ച നടിയടക്കം 4 അവാർഡുകൾ ഈ ചിത്രം നേടിയിരുന്നു. 96ാം ഓസ്കാർ ചടങ്ങിൽ 7 അവാർഡുകൾ വാരിക്കൂട്ടിയ ഓപ്പൺഹൈമറും തിളങ്ങി.